ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിൻ്റെ ഭാര്യയും കൂടി ലക്ഷ്മിയോടും ദേവുവിനോടും ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട് കണ്ടെത്തി മാറണമെന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന ലക്ഷ്മിയും ദേവും വല്ലാതെ വിഷമത്തിലാവുന്നുണ്ട്. പിന്നീട് മാർക്കറ്റിൽ പോയി തിരിച്ചു വരുന്ന രേവതിനെ ഉണ്ടോ കാണിക്കുന്നത്. ആ സമയം രേവതിക്ക് പരിചയമുള്ള ഒരു ചേച്ചിനെ വഴിവെച്ച് കാണുവാണ്. അന്നേരം ആ സ്ത്രീ ലക്ഷ്മിയോടും ദേവുവിനോടും മാഷിൻ്റെ ഭാര്യയുമെന്ന് ഉടൻ തന്നെ മറ്റൊരു വീട് കണ്ടെത്തി മാറണമെന്ന് പറഞ്ഞ കാര്യം രേവതി അറിയിക്കുവാണ്. ഇതറിയുന്ന രേവതിക്ക് വല്ലാതെ സങ്കടമാകുവാണ്. രേവതി ഉടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടുവാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന രേവതിയെ കാണുമ്പോൾ ലക്ഷ്മിയും ദേവും ഒക്കെ വല്ലാതെ ഭയക്കുന്നുണ്ട്. അന്നേരം രേവതി പറയണേ, അമ്മേ, മാഷിൻ്റെ ഭാര്യ ഇവിടെ വന്നിരുന്നു അല്ലേ? നിങ്ങളോട് ഇവിടുന്ന് വീട് മാറണമെന്ന് അവർ പറഞ്ഞോ? അന്നേരം ലക്ഷ്മി പറയണേ, ആ മോളെ പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. അന്നേരം രേവതി പറയണേ, എന്ത് വഴി കണ്ടെത്താനാ? എല്ലാത്തിനും കാരണം അയാൾ ഒറ്റയൊരുത്തനാ. അയാൾ മാഷിനെ തല്ലിയത് കാരണമല്ലേ ഇപ്പം എങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇവിടെ നിന്നിറങ്ങിയാൽ നിങ്ങൾ എങ്ങോട്ട് പോകും? ഇനി ഉടനെ എങ്ങനെയാ ഒരു വാടക വീട് കിട്ടുന്നത്? മാത്രമല്ല നല്ല കാശും കൊടുക്കേണ്ടി വരില്ലേ? ഇവിടെ മാഷായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് ഇങ്ങനെയൊരു സൗകര്യം ചെയ്തു എന്നത്. എന്നാൽ അയാൾ വന്ന് എല്ലാം നശിപ്പിച്ചില്ലേ? എന്താണെങ്കിലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഞാൻ പോയി മാഷിനെ കണ്ടെന്ന് സംസാരിക്കാം. അങ്ങനെ രേവതി മാഷിനെ കണ്ട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നതൊന്നും കൂട്ടാക്കാൻ മാഷിൻ്റെ ഭാര്യ സമ്മതിക്കുന്നില്ല കേട്ടോ. നിന്റെ ഭർത്താവേ എൻ്റെ ഏട്ടനെ എൻ്റെ മുമ്പിൽ വെച്ച് തല്ലി, അതൊന്നും ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. എൻ്റെ ഭർത്താവിനെ പോലൊരു ഗുണ്ട ബന്ധുവായിട്ടുള്ള വീട്ടുകാർക്ക് ഞങ്ങളുടെ വീട് വാടക കൊടുക്കാനേ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ അവരുടെ വാക്കുകളൊക്കെ കേട്ട് രേവതി നിരാശയോടെ തിരികെ വീട്ടിലേക്ക് എത്തുവാണ്. പിന്നീട് രാത്രി വീട്ടിൽ തിരിച്ചെത്തി റൂമിലിരുന്ന് മദ്യപിക്കുന്ന സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ സച്ചി ഭക്ഷണമൊക്കെ കഴിച്ചവിടെ ബാൽക്കണിയിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇത് കാണുന്ന രേവതിക്ക് കൺട്രോൾ അങ്ങ് പോകുവാണ്. രേവതി സച്ചിയോട് പൊട്ടിത്തെറിക്കണേ, ഓ, നിങ്ങളുടെ സ്ഥിരം കലാപരിപാടി തുടങ്ങിയല്ലേ? നിങ്ങളിന്ന് രാവിലെ കാണിച്ച പ്രവൃത്തി കാരണം എൻ്റെ അമ്മ അനിയത്തിയൊക്കെ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോകുവാണ്. അപ്പോഴും നിങ്ങളുടെ കുടിച്ച് ഉന്മത്തനായി നടക്കുവാണല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യം എന്ന രേവതി അതെല്ലാം തട്ടിത്തെറിപ്പിക്കുവാണ്. ഇത് കാണുമ്പോൾ സച്ചി രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പെട്ടെന്നായിരിക്കും രേവതിക്ക് അമ്മയുടെ കോൾ വരുന്നത്. അങ്ങനെ രേവതി ദേഷ്യത്തിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുക. അന്നേരം ലക്ഷ്മി പറയുക, മോളെ, സച്ചിമോൻ ഒത്തിരി നല്ലവനാ, നമ്മളൊന്ന് വിചാരിച്ച പോലെയല്ല, നല്ല മനസ്സിൻ്റെ ഉടമയാ. അങ്ങനെ അമ്മയുടെ വാക്കുകളും കൂടി കേൾക്കുമ്പോൾ രേവതിക്ക് അങ്ങ് ഭ്രാന്ത് കയറുക. അമ്മ എന്തറിഞ്ഞൊടിച്ചിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയാൾ ഇത്രയും നമ്മളെ ദ്രോഹിച്ചിട്ടും അമ്മക്കൊന്നും മതിയായില്ലേ? അന്നേരം ഫോൺ മേടിച്ച് ദേവ് പറയണേ, ചേച്ചി ഇതെന്തറിഞ്ഞിട്ടാ? സച്ചിയേട്ടൻ ഇന്ന് എന്താ ചെയ്തതെന്ന് അറിയൂ ചേച്ചിക്ക്? ഏട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നിരുന്നു. ഞങ്ങളെയും കുട്ടി മാഷിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് മാഷിൻ്റെ മുമ്പിൽ തൊഴുകൈകളോടെ കൈകൂപ്പി മാപ്പപേക്ഷിച്ചു. അപ്പോൾ അതൊന്നും കേട്ടിട്ട് രേവതിക്ക് വിശ്വസിക്കാനാവുന്നില്ല. രേവതി ചോദിക്കണേ, സത്യമാണോ ദേവു നീ പറയുന്നത്? അന്നേരം ദേവു ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുവാണ്. മാഷെ, എൻ്റെ ഭാഗത്തു നിന്ന് വന്നത് വലിയൊരു തെറ്റാണ്. ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല. ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഈ പാവങ്ങളെ വഴിയാധാരമാക്കരുത്. ഞാൻ മാഷിൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കുക എന്നൊക്കെ കൈകൂപ്പി ഇങ്ങനെ പറയുവാണ്. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ മാഷിൻ്റെ മനസ്സലിയുവാണ്. സച്ചിയോട് ക്ഷമിക്കുകയും അവരോട് വീട് വിട്ട് ഇറങ്ങണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ലക്ഷ്മി പറയണേ, മോളെ, എൻ്റെ മോൾക്ക് കിട്ടിയ ഭാഗ്യമാണ് സച്ചി. അവന് നല്ലൊരു മനസ്സുണ്ട്. മോളിനെയും കാര്യം അറിയാതെ അവനോട് ദേഷ്യപ്പെടരുത്. അങ്ങനെ അമ്മയുടെയും ദേവുവിൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് രേവതിക്ക് അല്ലാതെ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. രേവതി സച്ചിനോട് ചോദിക്കണേ, നിങ്ങളിന്ന് മാഷിനെ കണ്ട് മാപ്പ് പറയാൻ പോയല്ലേ, എന്നിട്ടെന്താ അതൊന്നും എന്നോട് പറയാഞ്ഞതും? അന്നേരം സച്ചി അങ്ങ് ദേഷ്യപ്പെടുക, നിന്നോട് എനിക്ക് പറയാൻ തോന്നിയില്ല, എന്താ എല്ലാ കാര്യങ്ങളും നിന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ് സച്ചി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം രേവതിക്കാണെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധമൊക്കെ തോന്നുക. രേവതി പറഞ്ഞേ, ചേട്ടാ, ഈ മനുഷ്യനെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ചില സമയത്ത് ആൾ മഹാദുഷ്ടനാണെന്ന് തോന്നും, എന്നാൽ അതേസമയം തന്നെ ആളൊരു പാവമാണെന്ന് തോന്നും. ഇങ്ങനത്തെ ക്യാരക്ടർ ഇങ്ങനെയൊന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.